ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്കടുത്ത് ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. വീടിന്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ. സെയിം ടൈം തന്നെ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബസ് റൂട്ടിനോട് വളരെ അടുത്താണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 മീറ്റർ മാത്രമാണ് നമുക്ക് ബസ് റൂട്ടിൽ നിന്നും ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ പോകണമെങ്കിൽ കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഹോസ്പിറ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വെറും 4 കിലോമീറ്ററും തഗ്ദീസ് ഹോസ്പിറ്റലിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് സ്കൂളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അതുപോലെ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 9 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ് പൂക്കാട്ടുപടിയിലോട് പുതിയ ഫിലിം സിറ്റി വന്നിരിക്കുന്നത്. അവിടേക്ക് എത്തണമെങ്കിൽ നമുക്ക് 1 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. വണ്ടർല ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് 9 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 5.25 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിലാണ്. 5.25 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വലിയൊരു കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കാർ പോർച്ചിലാണ്. ഇതിന്റെ ഏരിയകളൊക്കെ ഫ്ലോറിംഗ് ഒക്കെ വന്നിട്ട് ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അതിനിടയിൽ നമുക്ക് ഇനി ഗ്രാസ് പിടിപ്പിക്കാനുള്ള ഒരു വർക്കും കൂടിയാണ് പെൻഡിങ് ഉള്ളത്. ചെറിയ കാറുകളാണെങ്കിൽ ഒരു 3 കാറുകൾക്ക് വരെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ വലിയ കാറുകളാണെങ്കിൽ 2 വലിയ കാറുകളും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ പോർച്ചിന്റെ റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ട് തന്നെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ഇതിന്റെ കവേർഡ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. കവേർഡ് ആയിട്ട് വീടിന്റെ ഫ്രണ്ടിലെ മതിൽ വരെ അറ്റാച്ച് ചെയ്തിട്ടാണ് മുകളിലുള്ള ഈ ഒരു റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും നനയാത്ത രീതിയിൽ തന്നെയാണ് റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളാണുള്ളത്. ആ ഒരു റൈറ്റ് സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അവിടെ 2 വീലേഴ്സ് വെക്കാനും ചെടി നടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല വീതിയായിട്ടുള്ള നീളത്തിലും വീതിയിലൊക്കെയുള്ള ഭംഗിയുള്ള ടൈലും ഗ്രാനൈറ്റും ഒക്കെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇതിന്റെ പില്ലർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളോട് കൂടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 4-5 ചെയറുകൾ വരെ നമുക്ക് ഇടാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് വീടിന്റെ മെയിൻ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പീസ് ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. ഈ ഒരു 2 പീസ് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ TV യൂണിറ്റ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. ഭംഗിയായിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മൾട്ടിവുഡ് കൊണ്ടും വളരെ ഭംഗിയായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു TV യൂണിറ്റ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 സൈഡിലായിട്ടാണ് വിൻഡോസ് കിട്ടുന്നത്. ഇതിന്റെ ഫ്ലോർ വന്നിട്ടാണെങ്കിൽ വൈറ്റ് കളറിലെ നീളത്തിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലേക്ക് ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡും കൂടെ വരുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ടൈലുകൾക്കൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സിറ്റ് ഔട്ട് ഉൾപ്പെടെയുള്ള എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മൾട്ടിവുഡ് കൊണ്ട് വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ് കിട്ടുന്നത്. നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ട് സേഫ് ആയിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽസിന്റെ ആ ഒരു ഏരിയ എല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെപ്പ് കയറി പോകുന്നതിന് താഴെയുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന രീതിയിൽ ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 പേരെ വരെയാണ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ക്രോക്കറി ഷെൽഫും അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് ഏരിയ ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 2ഉം അടുത്തടുത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയയിൽ നമുക്ക് സെറയുടെയാണ് വാഷ് ബേസിൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്ന ആ ഒരു സ്പേസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടൊരു മിറർ ഒക്കെ വെച്ചിട്ട് താഴെയാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ലഭിക്കുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിന് താഴെയൊക്കെ ആണെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ടോപ്പ് ഒക്കെ വന്നിട്ടാണെങ്കിൽ ഗ്രാനൈറ്റ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു റൂഫ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് LED ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി പോകുന്ന മുകളിലേക്കുള്ള ആ ഒരു ഭാഗം എന്താണെങ്കിലും ഡബിൾ ഹൈറ്റഡ് ആയിട്ട് തന്നെ വരുള്ളൂ എന്ന് നമുക്കറിയാം. മുകളിലിട്ടിരിക്കുന്ന ആ ഒരു ഭംഗിയുള്ള ഷാൻലിയർ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വിസിബിൾ ആണ്.
ഈ ഒരു വീട് 2300 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് പോയാൽ കിച്ചൺ ആണ്. ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ആ ഭാഗത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. നമുക്ക് ഇവിടെയുള്ള ഓരോന്ന് തന്നെ കണ്ടുപോകാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഡോറിന്റെ പാറ്റേൺ ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ഡബിൾ കോട്ട് ഇടാവുന്ന സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വോൾ നോക്കിയാൽ ഭംഗിയായിട്ടുള്ള വാൾ പേപ്പർ ഒക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. റൂഫിൽ നോക്കിയാലും ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫെസിലിറ്റി ഒക്കെ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് വരുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡ് തീർത്തിരിക്കുന്ന ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷൻ ഉള്ള ഒരു വാർഡ്രോബ് വരുന്നത് ആ ഭാഗത്താണ്. ഒരുപാട് ഡ്രോസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ വളരെ നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് വാർഡ്രോബും അതിനോട് അറ്റാച്ച് ചെയ്തൊരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളൊക്കെ വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് ഹാൾ വഴി ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഒരു ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാഫ് ഡോർ വന്നിട്ട് ഗ്ലാസും ഹാഫ് വുഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കിച്ചന്റെ ഫ്ലോർ എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പോട് കൂടിയ ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് ഇവിടെ വരുന്നത്. കിച്ചണിന്റെ ഒരു സറൗണ്ടിങ് ഏരിയാസ് വോളിന് പകരം ഈ ഒരു ടൈല് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തെറിച്ച് വീണ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കാനും കൂടെ നമുക്ക് നല്ല ഈസിയാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മുകളിൽ 2 ലെയർ ആയിട്ടും താഴെ ഒരു ലെയറിലൊക്കെ ആയിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഫാബറിന്റെ ഒരു ചിമ്മിണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു റൂഫിലാണെങ്കിൽ പോലും നമുക്കൊരു ചെറിയ ഫാൻ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെ അവിടെയും ചെറിയ രീതിയിലുള്ള വർക്കുകളും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ വരുന്ന സമയത്ത് ഫ്ലോറിംഗ് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട്. താഴെ എല്ലാം തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റികൾ നമുക്ക് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മുകളിലും സൈഡിലും ഒക്കെ കവർ ചെയ്തിട്ടാണ് വർക്ക് ഏരിയ സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡോർ ഉണ്ട്. അത് തുറന്ന് നേരെ നമുക്ക് പുറത്തേക്ക് പോകാവുന്നതാണ്. ഈ കാണുന്ന വീട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു 5.25 സെന്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ വീടിന് ചുറ്റിനും സൈഡിലും ഇറങ്ങുന്നിടത്തും എല്ലാം തന്നെ നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ വരുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു റൂമും ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്കിപ്പോൾ സിംഗിൾ കോട്ട് ആയിരിക്കും ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്. ഇതിന്റെ വിൻഡോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു വോൾ വന്നിട്ട് ഭംഗിയുള്ളൊരു വാൾ പേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൂടാതെ റൂഫിലൊക്കെ ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വൈറ്റ് ആൻഡ് വുഡ് കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഒക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് വേറൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഈ ഭാഗത്ത് വരുന്നുണ്ട്. വിത്ത് മിററോട് കൂടിയിട്ട് അത് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെയൊക്കെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ബാത്റൂമും ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഓപ്പണിങ്സ് കാണാം. പെർഗോള മോഡലിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം ഭംഗിയായിട്ടുള്ളൊരു ഷാൻലിയർ ആണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ റൂഫിലൊക്കെ ഒരുപാട് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്കും സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് 2 സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന ഏരിയ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ളൊരു വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ മൾട്ടിവുഡ് കൊണ്ടും വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് TV യൂണിറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കുള്ള റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകളും ഫാൻ ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ വലിയൊരു ഹാള് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഹാളിൽ നിന്ന് നമുക്ക് തുറക്കുന്ന ഒരു ഡോർ വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ടഫിന്റെ ഗ്ലാസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തുള്ള വോള് വന്നിട്ടും ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. നമുക്ക് മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്.
നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്, അവിടെയും ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ആ ഒരു ബെഡ്റൂം തന്നെ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഡബിൾ കോട്ട് ഇടാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഭംഗിയുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒക്കെ ആയിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയോടുകൂടി മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് നോക്കിയാൽ യൂണിഫോം ആയിട്ട് സെയിം ടൈലുകളൊക്കെ തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റിയുടെ ആ ഒരു ഫ്ലോർ ഒക്കെ വരുമ്പോൾ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. ഭംഗിയുള്ള ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. അത് നേരെ ചെല്ലുന്നത് ടെറസിലേക്കാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 4th ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂമുകളൊക്കെ തമ്മിൽ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെഡ്റൂമിനകത്തും നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട് 2 ഇവിടെയും ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ എല്ലാ വോളുകളിലും തന്നെ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ആ ഭാഗത്തായിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിലും ഭംഗിയുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മെയിൻ ആയിട്ടുള്ള വാർഡ്രോബ് വരുന്നത് ആ ഒരു സെയിം പാറ്റേണിലൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെയിം കോമ്പിനേഷനുകളൊക്കെ തന്നെയാണ് ഇവിടെയും ടൈലുകൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിന്റെ ഒരു എത്ര സെന്റ് ലാൻഡിലാണെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ ഒന്നുകൂടെ നിങ്ങളടുത്ത് പറയുകയാണ്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്കടുത്ത് ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്നും വെറും 250 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. 5.25 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5.25 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് വരുന്നത്. 2300 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 BHK ആയ ഈ ഒരു വീട്ടിൽ 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു കിണറുണ്ട്. അതുകൂടാതെ KW കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. 89 lakhs എന്ന ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കാനും സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.